സംസ്ഥാനം മുഴുവൻ ചർച്ചയായി പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദം. എന്നാൽ ആരോപണം തള്ളുകയാണ് LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ. തെറ്റായ രീതിയിൽ അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ലെന്നും വിവാദമുയർത്തിയവർ പരിശോധിക്കട്ടെ എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. അനൗൺസ്മെന്റ് വിവാദം ഇവിടെ ഇല്ല. ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ ഒരു അനൗൺസ്മെന്റ് വിവാദമില്ല. ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ LDFന്റെ ഔദ്യോഗിക വാഹനത്തിൽ പ്രചരിപ്പിക്കുന്ന അനൗൺസ്മെന്റിന് റെക്കോർഡ് ചെയ്തൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്, പെൻഡ്രൈവ്. നിങ്ങൾക്ക് വേണോ പരിശോധിക്കാം, നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ്. ഇപ്പോൾ കുറേ ദിവസങ്ങളെ ഇവിടെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പര്യടനത്തിലെല്ലാം ഈ പെൻഡ്രൈവ് ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു വിഷയം വന്നിട്ടില്ലല്ലോ. ഇനി എന്തെങ്കിലും വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുമല്ലോ. അന്വേഷിച്ച് അതിൻ്റെ നിലപാടെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെ നിലപാടുമായി ഇന്നലെ പത്രക്കാർ എന്നോട് ചോദിച്ചു കോഴിക്കോട്ടുനിന്ന്. എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കാൻ തയ്യാറാണ്. അന്വേഷിക്കുന്നത് ഞങ്ങളെ പറ്റി പരാതി ഉണ്ടെങ്കിൽ ആ അന്വേഷണമായിട്ട് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, പൊതുസമൂഹം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ പേരാമ്പ്ര മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല ഇത്. മത സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു നാട്ടിലാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് ശബ്ദം കേരളത്തിൽ മുഴങ്ങുന്നത്. മാത്രമല്ല അത് LDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് വ്യക്തമാണ്. പക്ഷേ സ്ഥാനാർത്ഥി ഇപ്പോൾ എന്താണ് കാര്യങ്ങളെ തള്ളിപ്പറയുന്നു, തങ്ങൾക്കൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെ ഗൗരവത്തോടു കൂടി കാണുന്നുണ്ടോ, അതിനോട് സഹകരിക്കുന്നുണ്ടോ LDF? എന്താണ് അവിടെ നിന്നും വരുന്ന പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട? പ്രതീക്ഷ തീർച്ചയായും തന്നെ ഏതെങ്കിലും 140 മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിലേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ടല്ല ഈ വിധത്തിൽ വർഗീയ വേർതിരിവ് അല്ലെങ്കിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രചരണം നടത്തിയെന്ന പരാതിയുള്ളത്. LDFലെ CPMലെ വളരെ മുതിർന്ന നേതാവിനെതിരെയാണ്. സംസ്ഥാനത്ത് LDFലെ കൺവീനർക്ക് നേരെയാണ് ഈ വിധത്തിൽ വിവാദങ്ങൾ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞു നിൽക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷന് UDF കഴിഞ്ഞ ദിവസം പരാതി നൽകി. അതിൽ വിശദീകരണം തേടി TP രാമകൃഷ്ണന് ഡെപ്യൂട്ടി കളക്ടർ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് ഈ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ നോട്ടീസ് തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് TP രാമകൃഷ്ണൻ പ്രതികരിച്ചിട്ടുള്ളത്. പേരാമ്പ്ര മണ്ഡലത്തിലെ LDFന്റെ പ്രകടന പത്രികയുടെ പ്രകാശനം അല്പസമയം മുൻപാണ് നടന്നത്. അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തത്. വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 5 വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന സ്വപ്നങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അതിനപ്പുറം വിവാദങ്ങൾ അതിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നുകൂടിയാണ് വളരെ ചുരുക്കി അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തത്. ഒപ്പം ഈ അനൗൺസ്മെൻറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് ഒരല്പം ക്ഷുഭിതനായി കൂടിയാണ് TP മറുപടി നൽകുകയും ചെയ്തിട്ടുള്ളത്. TPയുടെ വാക്കുകളിലുള്ളത്, അതായത് കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നാണ് ഈ വിധത്തിലുള്ള വിവാദം ഉണ്ടാവുകയും ദൃശ്യങ്ങൾ സഹിതം UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്യുന്നത്. TP പറയുന്നത് പ്രകാരം അത്തരത്തിലുള്ള ഒരു അനൗൺസ്മെൻറ്റും LDF നടത്തിയിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരണം നടന്നു വരികയാണ്. അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ അനവധിയുണ്ട്. പക്ഷേ അത്തരത്തിലൊന്നും തന്നെ നമ്മൾ അറിയുന്ന രീതിയിൽ ഒരു പ്രചാരണം നടന്നിട്ടില്ല. ഈ ഒഫീഷ്യലി റെക്കോർഡ് ചെയ്ത ഒരു പെൻഡ്രൈവ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം എന്നുള്ളതാണ്. അതായത് പൂർണ്ണമായും തന്നെ ഈ ഒരു അനൗൺസ്മെൻറ്റ് അത് നിഷേധിക്കുകയാണ് LDF സ്ഥാനാർത്ഥിയും നേതൃത്വവും ചെയ്യുന്നതെന്നതാണ്. ഒപ്പം മറുഭാഗത്തെ UDF ആകട്ടെ ഇത് സജീവ ചർച്ചയായി നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിയുടെ പ്രതികരണവും നമ്മൾ അല്പസമയം മുൻപ് എടുത്തതാണ്. അപ്പോൾ തന്നെ TP പറയുന്ന കാര്യം, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിൽ നോട്ടീസ് അയച്ച അന്വേഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും. അന്വേഷണം ഏത് രീതിയിൽ വേണമെങ്കിലും നടന്നോട്ടെ. ഏതായാലും ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ താനും LDFും വർഗീയ പ്രചാരണം നടത്തി വോട്ട് തേടുന്നയാളല്ല. അത് ഇതിനു മുൻപ് തെളിഞ്ഞിട്ടുള്ളതാണ്. എല്ലാ കാലങ്ങളിലും നിഷ്പക്ഷമായ മതനിരപേക്ഷത ഉയർത്തിക്കാട്ടിയുള്ള നിലപാട് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. ഇത്തവണയും അത് മാത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ്. ഏതായാലും LDFനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ് ഈ അനൗൺസ്മെന്റ് വിവാദം എന്നത്. എത്രയും പെട്ടെന്ന് കഴിവതും വേഗത്തിൽ ഇത് അവസാനിക്കണമെന്നാണ് LDF നേതൃത്വം ആഗ്രഹിക്കുന്നത്.